മണിപ്പൂരിൽ കലാപത്തിനിരയായവർ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് രാഹുൽ എത്തിയത്. പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനമാണിത്. മൊയ്റാങ്ങിലും ചുരാചന്ദ്പൂരിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തും. രാഹുലിന്റെ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ജിരിബാമിൽ വെടിവെപ്പുണ്ടായി. അതിനിടെ രാഹുലിന്റെ സന്ദർശനത്തെ വിമർശിച്ച് ബിജെപി രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം തുടരുകയാണ്. ഇന്ന് രാവിലെ രാഹുൽ ആദ്യം എത്തിയത് അസമിലാണ്. അവിടെ ആദ്യം വെള്ളപ്പൊക്കത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ദുരിതം അനുഭവിക്കുന്നവരുടെ പരാതികൾ രാഹുൽ കേട്ടു. മാത്രവുമല്ല, ചച്ചറിൽ അസമിലെ തന്നെ ചച്ചറിൽ മണിപ്പൂർ സ്വദേശികൾ കഴിയുന്നുണ്ട്. കാരണം ഈ കലാപത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുണ്ടായ കലാപത്തെ തുടർന്ന് പലായനം ചെയ്ത കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കഴിയുന്ന ക്യാമ്പാണ്. അത് ഏതാണ്ട് 2000-ലധികം പേർ അവിടെയുണ്ട്. അവരുമായാണ് ആദ്യം രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച നടന്നത്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി റോഡ് മാർഗം മണിപ്പൂരിലേക്ക് പോയത്. അവിടെ ജിരിബാമിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. ആ ക്യാമ്പിലാണ് രാഹുൽ ഗാന്ധി എത്തിയത്. മെയ്തൈ വിഭാഗമാണ് അവിടെ കഴിയുന്നത്. അവരുടെ പരാതികൾ രാഹുൽ കേട്ടു, അവരുടെ വേദനകൾ രാഹുൽ ഗാന്ധി കേട്ടു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇപ്പോഴും തുടരുന്നു. 2 ഇടങ്ങളിൽ കൂടി രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നുണ്ട്. ഒന്ന് ചുരാചന്ദ്പൂരിലും ഒപ്പം തന്നെ മൊയ്റാങ്ങിലും. ഈ 2 സ്ഥലത്തിന് ശേഷം വൈകിട്ടോട് കൂടിയ മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി മടങ്ങിയെത്തുക. അതിനിടയിലാണ് ഇന്ന് അവിടെ വെടിവെപ്പുണ്ടായത്. ഇന്ന് രാവിലെയാണ് ജിരിബാമിൽ ഒരു പോലീസ് പോസ്റ്റിന് നേരെ വെടിവെപ്പുണ്ടായത്. ഈ സംഘർഷം ഏറ്റവും ഉണ്ടായ പ്രദേശങ്ങളിലൊന്നാണ് ജിരിബാം. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ പോലും അവിടെ വീടുകൾ കത്തിക്കുകയും ആക്രമണമൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു.